ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിത്യസ്മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ അടുക്കളയിൽ എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ്. അപ്പോൾ 5 ടിപ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും എന്ന് തോന്നിയിട്ടുള്ള 5 ടിപ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ വെജിറ്റബിൾസ് വാഷ് ചെയ്യുന്ന ലിക്വിഡാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റ്സിലൊക്കെ വെജിറ്റബിൾസ് വാഷ് ചെയ്യുന്ന ലിക്വിഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വീട്ടിൽ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ടബ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം ചേർക്കാനുള്ളത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് വിനീഗറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നാരങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ വിനീഗറാണ് യൂസ് ചെയ്യുന്നത്. നമ്മളുടെ സാധാ ഫുഡ് വിനീഗർ ഉണ്ടല്ലോ അത്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ വാഷിംഗ് ലിക്വിഡാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം വെജിറ്റബിൾസിലൊക്കെ നല്ല കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ഇങ്ങനൊരു ലിക്വിഡ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്ര വെജിറ്റബിൾസ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്കിതിൻ്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് നല്ല മുങ്ങിക്കിടക്കുന്ന പരുവത്തിന് വേണം ഇട്ട് കൊടുക്കാൻ. ഇതൊരു 30 മിനിറ്റ് നമ്മളിതിൽ ഇട്ട് വെച്ചിരിക്കണം വെജിറ്റബിൾസ്. അപ്പോൾ അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ വെജിറ്റബിൾസ് ഇട്ട് വെച്ചിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായി തിരുമ്മി കഴുകിയെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിലും കൂടി ഒന്നുകൂടി കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ലിക്വിഡാണ്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുള്ളാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ പച്ചക്കറികളിലൊക്കെ നല്ല കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഇതാ ഞാൻ നോർമൽ വാട്ടറിൽ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കിച്ചൺ ടവൽ വെച്ചോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചോ നന്നായിട്ട് തുടച്ച് അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അത് കവറിലിട്ടോ അല്ലെങ്കിൽ പാത്രത്തിലിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ. അങ്ങനെ വന്നാൽ പെട്ടെന്ന് തന്നെ വെജിറ്റബിൾസ് കേടായി പോകും. പിന്നെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ ചെറുനാരങ്ങ നമ്മൾ വാങ്ങിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേടായി പോകും. പെട്ടെന്ന് തന്നെ ഉണങ്ങി അതിൻ്റെ നീരൊക്കെ കുറഞ്ഞു പോണ ആ ഒരു പരിവാവാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് അത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ നമ്മൾ ഈ ചെറുനാരങ്ങ ഒന്ന് പൊതിഞ്ഞിട്ട് വെക്കുക. അതായത് ഇതുപോലുള്ള ന്യൂസ് പേപ്പർ ഉണ്ടാവില്ല, ന്യൂസ് പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതല്ലെങ്കിൽ നമുക്ക് അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതെങ്കിൽ ഒരുപാട് ദിവസം അത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കാൻ സഹായിക്കും കേട്ടോ. ഇത് പക്ഷേ ഒരുപാട് പേർക്ക് അറിയാവുന്നൊരു ടിപ്പായിരിക്കും. എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. പറയുന്നവരുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞതിന് ശേഷം ഒരു കവറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഒരുപാട് ദിവസം ഇത് കേടാകാതിരിക്കും. പിന്നെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മളുടെ മുട്ട പുഴുങ്ങിയെടുത്തിട്ട് നമ്മൾ അതിൻ്റെ തോട് കളയുമ്പോൾ ഇത് മുട്ട കൂടി അതിനോടൊപ്പം വരുന്ന ഒരു പ്രശ്നം ഒരുപാട് പേർക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിനു പറ്റിയ ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങിയെടുക്കുന്നത് വെള്ളത്തിലിട്ടിട്ടല്ലേ പുഴുങ്ങിയെടുക്കുന്നത്. അതിന് പകരമായിട്ട് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റി അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അതിൽ നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന മുട്ട അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ടൈം കൂടി പോരുത് കേട്ടോ. അങ്ങനെ ടൈം കൂടുതലിട്ട് നമ്മൾ കുക്ക് ചെയ്താലും മുട്ട ഹാർഡായി പോവും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതിൽ വെച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ നമ്മളുടെ മുട്ടയൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിലേക്ക് മാറ്റാം. നമ്മളുടെ നോർമൽ വാട്ടറിലേക്ക് അതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മുട്ട പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടി തന്നെ അതിൻ്റെ തോലൊന്ന് പൊളിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നല്ല ഈസി ആയിട്ട് ആ തോല് പൊളിഞ്ഞ് വരും. ഇതാ കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ തോട് പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു വരും. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ തോട് പൊളിച്ചെടുക്കാം. ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ ഫിഷൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ കയ്യിൽ നല്ല പോലൊരു സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു ടിപ്പാണ്. അത് പോകാനായിട്ട് നമ്മളുടെ കറിവേപ്പില ഉണ്ടല്ലോ, അതിൻ്റെ ഇല 3-4 കറിവേപ്പില ഒന്ന് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ആ കയ്യിൽ ആ ഒരു സ്മെല്ല് പെട്ടെന്ന് തന്നെ പോകും. ഒരു 30-45 സെക്കൻഡ് നമ്മളതൊന്ന് റബ്ബ് ചെയ്തെടുത്താൽ മതി. നല്ല പോലെ തന്നെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കുക. അപ്പോൾ സാധാരണ നമ്മൾ ലോഷൻ യൂസ് ചെയ്തിട്ട് കഴുകിയാലും നമുക്ക് ആ ഒരു തൃപ്തി കിട്ടണം എന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറിക്കിട്ടുന്നതാണ്. ഇപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഇത് പണ്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഫിഷ് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ല് മാറാനായിട്ട് കറിവേപ്പിലേക്ക് പകരമായിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോഫി പൗഡറാണ് കേട്ടോ. ഏത് കോഫി പൗഡർ ആയാലും മതി. ഒരു കോഫി പൗഡറിൽ നിന്ന് ഒരു നുള്ളെടുത്തിട്ട് നമ്മളുടെ കയ്യിലിട്ടിട്ട് നന്നായി ഒന്ന് റബ്ബ് ചെയ്തെടുക്കുക. അപ്പോൾ അതും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് ആ ഒരു ഫിഷിൻ്റെ സ്മെല്ല് മാറാനായിട്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ കൈ കഴുകണം എന്നൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കൈക്ക് നല്ലൊരു ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ ആ ഒരു സ്മെല്ലിൻ്റെ പ്രശ്നമൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇതും നല്ല യൂസ്ഫുള്ളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഉള്ളത് നമ്മളുടെ ഈ ഉറുമ്പിൻ്റെ അതുപോലെ തന്നെ ചെറിയ പ്രാണികളുടെയൊക്കെ ഒരു ശല്യം മാറാനായിട്ടുള്ളൊരു ടിപ്പാണ്. അതിനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മളുടെ പുൽത്തൈലാണ്, ലെമൺ ഗ്രാസ് ഓയിൽ. ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ അവൈലബിൾ ആണ്. 30 ml 60 രൂപയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ വിലയൊന്നുമുള്ള സംഭവമല്ല, കാരണം ഇതിൻ്റെ കുറച്ച് മതി, നമുക്ക് നല്ല എഫക്റ്റീവാണ്. അപ്പോൾ ഇത് നമ്മൾ വെള്ളം ആവശ്യത്തിന്, ഇപ്പോൾ 1 കപ്പ് വെള്ളം എടുക്കുകയാണെങ്കിൽ അതിലേക്ക് 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ ആ ഒരു ശല്യം ഉള്ളത് അവിടെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോട്ടിലാണ്. ഞാനിപ്പോൾ ഇത് പഴയ സ്പ്രേയുടെ കുപ്പിയിലാണത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഈസിയാണ് യൂസ് ചെയ്യാൻ. ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. ഞാനൊന്ന് കാണിച്ചു തരാം. പ്രത്യേകിച്ച് നമ്മളുടെ കിച്ചണിലൊക്കെ രാത്രി നമ്മളുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രാണിയുടെ ശല്യം അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. ഉറുമ്പിൻ്റെ ശല്യമൊക്കെ കൂടുതലുള്ള ഭാഗത്ത് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. തുടയ്ക്കണമെന്ന് നിർബന്ധമില്ല, സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. നമ്മളിങ്ങനെ സ്പ്രേ കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതും നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.